ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ച് ഒരു അടിപൊളി കട്ട്ലറ്റ് റെസിപ്പിയാണ്. വീട്ടിൽ കുറച്ച് ചോറൊക്കെ ആയിട്ട് ബാക്കി വരുമ്പം നമ്മുടെ എല്ലാ വീട്ടിലും സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. ചോറ് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, സവാള ചെറുതായി അരിഞ്ഞത്, മല്ലിയില, ഉപ്പ്, കായം, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, വലിയ ജീരകം, ഓയിൽ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വേവിച്ച ചോറ് ഇട്ട് കൊടുക്കാം. അപ്പം എന്ത് റൈസായാലും കുഴപ്പമില്ല, മട്ടർ റൈസോ വൈറ്റ് റൈസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ചോറ് അതേപോലെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതേസമയം ഈ ചോറ് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ചോറ് ഇതേപോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നല്ലപോലെ ഉടച്ചെടുക്കണം എന്ന് മാത്രം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം. ജീരകം പൊടിച്ചിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് 4 എണ്ണം ചെറുതാക്കി അരിഞ്ഞത്, സവാള ഒരു വലിയ സവാളൻ്റെ പകുതി ചെറുതാക്കി അരിഞ്ഞതാണ്, 1/4 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂണ് വെച്ച് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി ചേർക്കണം. 2 കപ്പ് ചോറിന് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പം ചോറ് നല്ലതായിട്ട് ഉടയുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ ചോറ് ഉടഞ്ഞു കിട്ടാനായിട്ട് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മിക്സിയിൽ വെള്ളം ചേർക്കാതെ ചോറ് അരച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകാൻ പാടില്ല, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചിട്ട് അതിന് പകരം മുളക് പൊടി യൂസ് ചെയ്താലും നല്ലൊരു സ്പൈസി കട്ട്ലറ്റ് കിട്ടും. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാവാനായിട്ട് വെക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ, അപ്പോഴത്തേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ടെടുത്തിട്ട് ഷേപ്പ് ചെയ്ത് വെക്കാം. ഇത് ഷേപ്പാക്കാനായി നല്ല ഈസിയാണ്. ജസ്റ്റ് ഒരു കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഒരു ചെറിയൊരു ബോളെടുത്ത് കയ്യിൽ വെക്കുക. എന്നിട്ടൊന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സാധാരണ കട്ട്ലറ്റിൻ്റെ ഒക്കെ ആ ഷേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ കട്ട്ലറ്റ്സും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാ കട്ട്ലറ്റ്സും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ചൂടായ ഓയിലിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം.
ഒരു സൈഡ് ഗോൾഡൻ കളർ ആയാൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം രണ്ട് സൈഡും നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഓയിലിൽ നിന്ന് എടുത്തു മാറ്റാം. റൈസ് കട്ട്ലറ്റ്സ് റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ട്രൈ ചെയ്യുന്നതിന് മുൻപ് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതിയില്ല. പക്ഷേ ശരിക്കും സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്. ഇപ്പം ചോറ് നമ്മൾ വീട്ടിൽ എന്തായാലും കാണും. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസും എന്തായാലും വീട്ടിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.